68% ഇന്ത്യക്കാര് മോദിയുടെ കീഴിൽ ഇന്ത്യ ഇന്ത്യ വിശ്വഗുരുവായി എന്നാണ് വിശ്വസിക്കുന്നത്. 68%. അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടാവുമ്പോഴല്ലേ 68% വരുന്നത്. 28%മാണ് പുറത്തെ ലോകം പറയുന്നത് ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് കഴിഞ്ഞ 10 കൊല്ലത്തിൽ വർദ്ധിച്ചു എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യ വിശ്വഗുരുവായി എന്ന് പറയുമ്പോൾ എല്ലാ ഡെമോക്രസി റാങ്കിങ്സിലും ഇന്ത്യ കഴിഞ്ഞ 10 കൊല്ലത്തിൽ ഭീകരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ലോകത്തിൽ കഴിഞ്ഞ 6 കൊല്ലത്തിൽ ഇന്ത്യയാണ് നമ്പർ 1 ഇന്റർനെറ്റ് നിർത്തലാക്കുന്നത്. യുക്രൈൻ യുദ്ധം മോദി നിർത്തി. ഇന്ത്യൻ സ്റ്റുഡൻസിനെ തിരിച്ചുകൊടുത്താനായിട്ട് മോദി നിർത്തി. 6 മണിക്കൂർ നേരത്തേക്ക് നിർത്തിവെച്ചു. നമ്മൾ സംസാരത്തിന്റെ ആദ്യഘട്ടത്തിൽ കേരളത്തെ കുറിച്ചാണ് സംസാരിച്ചത്. കേരളത്തിൽ എങ്ങനെയാണ് ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ വളർച്ച, ഇൻഫ്ലുവൻസ്, ഏത് രീതിയിലൊക്കെയാണ് അവർ കേരളത്തെ നോക്കി കാണുന്നത്. ഇപ്പൊ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി വിശ്വഗുരു എന്ന് പറയുന്ന ഒരു വലിയ ഇമേജിലാണ് പുള്ളി ഇവിടെ പ്രൊജക്ട് ചെയ്യുന്നത്. പുറത്തുള്ള രാജ്യങ്ങളൊക്കെ പുള്ളിനെ വലിയ വിശ്വഗുരുവായി കാണുന്നു എന്ന് സംഘപരിവാറുകാർ ഇവിടെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ്? നരേന്ദ്രമോദിയെ എങ്ങനെയാണ് വിദേശത്തുള്ളവർ കാണുന്നത്, മാധ്യമങ്ങളും? അത് ഇത് എഗെയിൻ ഞാനൊരു പേപ്പർ കഴിഞ്ഞ കൊല്ലം പ്രസിദ്ധീകരിച്ചു ഇതിനെപ്പറ്റി. മോദി വിശ്വഗുരു എങ്ങനെയാ, ഈ ഇമേജ് ബിൽഡിംഗ് എക്സസൈസ് എങ്ങനെയാന്നുള്ളത് അതിനെ പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബേസിക്കായിട്ട് നമ്മൾ അറിയേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ 10 കൊല്ലത്തിൽ സഡൻലി നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഒരു പെട്ടെന്ന് ഈ ഗവൺമെന്റ് വന്നേ പിന്നെ, മോദിയുടെ ഗവൺമെന്റ് വന്നേ പിന്നെ വിത്തിൻ ഒരു 2-3 കൊല്ലം കൊണ്ട് തന്നെ ജനങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ടായി. ഇന്ത്യ വിശ്വഗുരു ആയി തീർന്നു. ഈ ലാസ്റ്റ് കഴിഞ്ഞ കൊല്ലത്തേക്ക് സർവേ ചെയ്തു. ഇപ്പോൾ ജനങ്ങൾ എന്താ ചിന്തിക്കുന്നതെന്ന് നമുക്ക് അറിയണമെങ്കിൽ ഒരാളുടെ അടുത്ത് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ സുനിയുടെ അടുത്ത് ചോദിച്ചാൽ, സുനിത എൻ്റെ അടുത്ത് ചോദിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനായിട്ടുള്ള ഒരു സാമ്പിളിങ് വേണം, സയൻറ്റിഫിക് ആയിട്ടുള്ള സർവേകൾ, ഒപ്പീനിയൻ. എല്ലാവരുടെ അടുത്തും ചോദിക്കാൻ പറ്റില്ല. 1.5 കോടി ജനങ്ങൾ, അല്ല 140 കോടി ജനങ്ങളുടെ അടുത്ത് ചോദിക്കാൻ പറ്റില്ല എന്താണ്. പക്ഷേ അതുകൊണ്ടാണ് സർവേകൾ നമ്മൾ റിലൈ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ത് വെച്ചാൽ, നമുക്ക് ജനങ്ങൾ എങ്ങനെയാണ് അറിയുന്ന, എന്താണ് ജനങ്ങൾ സംസാരിക്കുന്നത്, എന്താണ് ഇതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുന്നത്. കാരണം ഇലക്ഷനിൽ നമ്മൾ ഒരു പാർട്ടിയുടെ ചിഹ്നം അല്ലെങ്കിൽ പാർട്ടി കാൻഡിഡേറ്റ് അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയാണല്ലോ വോട്ട് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സർവേയിൽ കൂടി അറിയാൻ പറ്റും. അപ്പോൾ സർവേകളാണ് ലോകം മുഴുവൻ സാമ്പിളിങ് നല്ലപോലെ സയൻറ്റിഫിക് ആയിട്ട് ചെയ്ത് ആൾക്കാരുടെ ഒപ്പീനിയൻ അറിയുക എന്നുള്ള. ഈ സർവേകളെല്ലാം കാണിക്കുന്നത്, ഇപ്പോൾ എസ്പെഷ്യലി ലാസ്റ്റ് ഇയർ കാണിക്കുന്നത്, 68% ഇന്ത്യക്കാർ മോദിയുടെ കീഴിൽ മോദിയുടെ അല്ലെങ്കിൽ ഗവൺമെന്റിൽ വന്ന ശേഷം ഇന്ത്യ വിശ്വഗുരുവായി എന്നാണ് വിശ്വസിക്കുന്നത്. 68%. അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടാവുമ്പോഴല്ലേ 68% വരുന്നത്. അബ്സല്യൂട്ട്ലി, അതാണ് അതിന്റെ കാര്യം. രാഷ്ട്രീയത്തിന് അതീതമാണ് ഇത്. BJPക്ക് വോട്ട് ചെയ്യുന്ന ഒരു 36% ഉള്ളൂ ഇന്ത്യയിൽ. ഇത് രാഷ്ട്രീയത്തിന് അതീതമാണ്. ഇതാണ് പറഞ്ഞത്. നേരത്തെ കേരളത്തിനെ പറ്റിയുള്ള പ്രൊപ്പഗാൻഡ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു സാധനം മാർക്കറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണിത്. ഈ 24/7 24 മണിക്കൂറും 7 ദിവസവും എല്ലാ മീഡിയ ചാനലുകളും ടെലിവിഷൻ മാധ്യമങ്ങളും ഇന്ത്യയിലുള്ള കുറച്ച് 2-3 എണ്ണം ഒഴിച്ച്, സീരിയസ് ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സ് ഒഴിച്ച്, ഇത് 24/7 മോദിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നേതാവെന്ന് കാണിക്കുമ്പോൾ കവറേജ് ഒന്ന് കണ്ടു നോക്കുന്നു. നമ്മൾ 2014 തൊട്ട് 2014 വരെ ഉള്ള കവറേജ് ഒന്ന് നോക്കിയാൽ എങ്ങനെയാണ് മൻമോഹൻ സിംഗിനെ ടെലിവിഷൻ കവർ ചെയ്യുന്നതും എങ്ങനെയാണ് മോദിയെ കവർ ചെയ്യുന്നതെന്നും. ഇതാണ് ഈ വ്യത്യസ്തതയാണ്. 24 മണിക്കൂർ 7 ദിവസവും നമ്മൾ മോദിയുടെ ഏത് പരിപാടി എടുത്ത ലൈവ് സ്ട്രീം ചെയ്ത് പുറത്തുനിന്ന് വരുന്നതെല്ലാം ഈ ഒരു 1 പോയിന്റ് ഫോക്കസിലാണ്. മോദിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നേതാവ്. ബൈഡനും അമേരിക്കൻ പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റും ഒന്നുമല്ല. ആ ലെവലിലുള്ള പ്രൊപ്പഗാൻഡയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഞാൻ ഇതിനെപ്പറ്റി, ഞാൻ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയ ഇതിനെപ്പറ്റിയൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു അനുമാനത്തിൽ ഈ പ്രൊപ്പഗാൻഡയെ ബീറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു നോർത്ത് കൊറിയയിലെ അവിടെ മീഡിയ പറഞ്ഞേ ഉള്ളൂ, സ്റ്റേറ്റ് പ്രൊപ്പഗാൻഡ മാത്രമേ, അതുപോലെ എനിക്ക് തോന്നുന്നു ആ ലെവലിലാണ്. ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ല, ഞാൻ ട്രോൾ ചെയ്യാനായിട്ടൊന്നും പറയുന്നതല്ല. ഇതിന് വേറെ ഒരു പാരലൽ ഇല്ല. പിന്നെ വേറെ റഷ്യയിലുണ്ട്, സിറിയയിലുണ്ട്, അങ്ങനത്തെ ചില രാജ്യങ്ങളിലുണ്ട് സ്വേച്ഛാധിപതികൾ ഭരിക്കുന്നത്. അപ്പോൾ ഡെമോക്രസിയുടെ ഭാഗമായിട്ട് ഇതാണ്. ബാക്കിയുള്ളതൊക്കെ സ്വേച്ഛാധിപത്യ. ഇപ്പം പുടിൻ ജയിക്കുന്നത് അവിടെ 90% ആൾക്കാർ വോട്ട് ചെയ്തത് പുടിന്. അത് കള്ള വോട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ സിറിയയിൽ ജയിക്കുന്നതും അല്ലെങ്കിൽ ആ പുള്ളിയുടെ
മാർക്കറ്റിംഗും ഒക്കെ, അതൊക്കെ ഡെമോക്രസി അല്ലല്ലോ. ഡെമോക്രാറ്റിക് രാജ്യത്തിൽ ഇത് ഭയങ്കര അപൂർവമായ ഒരു സാഹചര്യമാണ്. ഇപ്പൊ എല്ലാ പാർട്ടിക്കാരും ചെയ്യും അത്. ഇപ്പൊ കേരളത്തിൽ CPM അല്ലെങ്കിൽ പിണറായി വിജയനെ പ്രൊജക്ട് ചെയ്യും, അതിനെപ്പറ്റിയുള്ള. പക്ഷെ കേരളത്തിലെ വ്യത്യാസം എന്താണ്? കേരളത്തിലെ മീഡിയ എല്ലാം അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ മീഡിയ എല്ലാം അത് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. നാഷണൽ ലെവലിൽ ഇതൊന്നും ഒരാളും മറുപുറം പറയാനായിട്ട് പറ്റുന്നില്ല. ഇതാണ് സത്യാവസ്ഥ. അപ്പം കൺസ്ട്രക്ഷൻ ഓഫ് വിശ്വഗുരു എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുവാണ്. അത് അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് ഹിന്ദു നാഷണലിസ്റ്റ് വളർത്താനായിട്ട് ഭയങ്കരമായിട്ട് സഹായകരമാകും ഈ ഇമേജ് ബിൽഡിംഗ്. ആ ഇമേജ് ശരിക്കും വേൾഡിൽ അതിന് ഉള്ള ശരിക്കും പുറത്ത് ലോകം പറയുന്നില്ലായിരിക്കും, പക്ഷെ അകത്തെ ലോകം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആൾക്കാർ പറയുന്നുണ്ട്, പുറത്തെ ആൾക്കാർ പറയുന്നില്ല. ഇന്ത്യയിലെ ആൾക്കാർ പറയുമ്പോൾ ഇവിടെ അതിനുള്ള ഒരു ലെജിറ്റിമസി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ് ലെജിറ്റിമേറ്റ് ആവുന്നത്? എങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് എങ്ങനെയാണ് വിജയിക്കുന്നത്? ഇതിനെ എങ്ങനെയാണ് ഇത് നല്ല ഒരു ഗവർണൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റൂൾ ആണെന്ന് കാണിക്കുന്നത്? കാരണം ഇന്ത്യയിൽ വിശ്വഗുരു ആക്കി, മനസ്സിലായില്ലേ? ഇന്ത്യയെ വിശ്വഗുരു ആക്കി എന്നാണ് 68% ആൾക്കാരും പറയുന്നത്. അപ്പൊ അതൊരു ഭയങ്കര വൻ നമ്പറാണ് 68% എന്ന് പറയുന്നത്. ഞാൻ സുനിത പിന്നെ കാണിക്കുന്ന, ഞാൻ ഷെയർ ചെയ്യുന്ന ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് കാണുമ്പോൾ അത് മനസ്സിലാവും. ഇത് പാവപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ പോലും ഈ തോന്നൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ഇലക്ഷന്റെ മുമ്പ് എന്തോ ഒരു ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിൽ ഉത്തർപ്രദേശിലെ ഏതോ ഒരു ഗ്രാമത്തിലെ ഒരാളോട്, 2019 ഇലക്ഷൻ, ഗ്രാമത്തിലെ ഒരാളോട് ചോദിച്ചു എന്താണ് വോട്ട് ചെയ്യുന്നതിന്റെ കാരണം മോദിക്ക്. പുള്ളി പറഞ്ഞ ഒരു കാര്യം, മോദിക്ക് വേണ്ടി വോട്ട് ചെയ്യുമ്പോൾ ട്രംപ് വരെ എഴുന്നേറ്റ് നിൽക്കുന്ന പറയണത്, മോദിക്ക് വേണ്ടി അതുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നത്. ഒരു പാവപ്പെട്ട ആള്, നിരക്ഷരനല്ല, പക്ഷെ കുറച്ച് സ്കൂളിംഗ് ഉള്ള ഒരു വ്യക്തി പോലും ഗ്രാമപ്രദേശത്തുള്ള ഉത്തർപ്രദേശിൽ ഇതാണ് വിശ്വസിച്ചിരിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായത് നരേന്ദ്രമോദിയിൽ കൂടിയാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ ഈ പ്രൊപ്പഗാൻഡ എന്നല്ലെങ്കിൽ പ്രചാരവേല എങ്ങനെയാണ് വർക്ക് ചെയ്യുക. അതാണ് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇത് മാസ് കമ്മ്യൂണിക്കേഷന്റെ ഒരു സീരിയസ് ആയിട്ട് അക്കാഡമിക് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. അല്ലാതെ നമ്മൾ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് മാത്രമായിട്ട് ഇലക്ഷനെ നേരിട്ട് അങ്ങനെ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രി ആകുന്ന ആള് എല്ലാ സോഷ്യൽ ഓഡിറ്റുകൾക്കും അതീതമായിട്ട് വളരെയാണ് ഇതുവഴി. അപ്പോൾ എന്തോ രാജ്യത്തിന്റെ ആത്മീയ ലീഡറായി മാറുന്നു, പിന്നെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വ്യക്തിത്വമാവുന്നു, പിന്നെ ചെയ്യുന്ന ചോദ്യങ്ങൾക്കൊന്നും ഇതുപോലെ മണിപ്പൂർ എന്തായെന്ന് നമുക്ക് അവിടെ പോയി ചോദിക്കാൻ പറ്റുന്നില്ല. പിന്നെ അതെ, അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് സ്വേച്ഛാധിപത്യത്തിനെതിരെ എന്തുകൊണ്ടാണ് ഡെമോക്രസിയിൽ പോരാടുന്നതെന്ന് പറഞ്ഞ ഇതാണ്. നമ്മൾ അതീതനായി കഴിയുക, എല്ലാത്തിന്റെ മേളിൽ നിൽക്കുന്ന, നമുക്കൊന്നും ചോദിക്കാൻ പറ്റാത്ത രീതിയാകുമ്പോൾ, അതുകൊണ്ടാണ് ജനാധിപത്യമായിട്ടുള്ള ചോദ്യങ്ങളാണിത്. അല്ലാതെ നമുക്ക് ഒരു ഇന്ന വ്യക്തിയെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല. അങ്ങനെ ചുരുക്കരുത്. ഇനി ഇപ്പൊ നമ്മളൊരു വ്യക്തിയിൽ ചുരുക്കരുത്. വേറെ ആരായാലും ഇപ്പൊ ഇന്ദിരാഗാന്ധി ആയാലും നമ്മളെ എതിർക്കേണ്ട കാര്യമുണ്ടല്ലോ. ഏത് വ്യക്തിയല്ല, ഇതല്ല മോദി മാത്രമല്ലല്ലോ. ഏത് വ്യക്തിയും ആ ലെവലിൽ എത്തുമ്പോൾ നമ്മൾ എതിർക്കണം എന്നുള്ളതിന്റെ കാര്യം ഇതാണ്. നമുക്ക് വേറെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ട്രംപ് ഒക്കെ ഈ സമാനമായ കാര്യങ്ങളാണ് ആദ്യത്തെ ഭരണത്തിൽ പുള്ളി ചെയ്തത്, ഇങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ്. പക്ഷെ അവരുടെ അമേരിക്കയിൽ എന്ന് പറഞ്ഞാൽ എല്ലാ മീഡിയ ഇതിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും വർക്ക് ചെയ്യുന്നു. അമേരിക്കയിൽ ട്രംപ് പറഞ്ഞു ഇലക്ഷൻ എല്ലാം ഫ്രോഡിലാണ് കഴിഞ്ഞ പ്രാവശ്യം ബൈഡൻ ജയിച്ചത്, അതുകൊണ്ട് പുള്ളി കേസെല്ലാം ഫയൽ ചെയ്ത് സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതി അതെല്ലാം തള്ളിക്കളഞ്ഞു. കാരണം അതിൽ ഒരു കാര്യമില്ലെന്ന് സുപ്രീം കോടതി ട്രംപ് അപ്പോയിന്റ് ചെയ്ത ജഡ്ജിമാരാണ് ട്രംപിനെതിരെ വിധി വന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ അത്രയെങ്കിലും ഒരു ഇൻഡിപെൻഡൻസ് ഉള്ളത് കൊണ്ടാണ്. എല്ലാം പെർഫെക്റ്റ് ആണെന്നല്ല, അമേരിക്കയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, വേറെ അല്ല, കാര്യങ്ങൾ. സ്വതന്ത്ര മാധ്യമങ്ങൾ ഒരു പ്രധാന ഘടകം തന്നെയാണ് അതില്. ഇപ്പൊ നമ്മൾ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് സ്വതന്ത്ര മാധ്യമം. ANI പോലത്തെ ന്യൂസ് ഏജൻസികൾ ഇതിൽ വലിയൊരു പ്രൊപ്പഗാൻഡ, ഇപ്പൊ നേരത്തെ ഓപ്പൺ അതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും അതിൽ പറയാതെ പോയൊരു പേരാണ് ANI. അവർക്ക് മാത്രം എല്ലാ ന്യൂസുകളും ഓപ്പിന്റെ ഒരു ചെറിയ ഇതാണ്. ANI ഏറ്റവും വലിയ ന്യൂസ് സോഴ്സ് അല്ലേ ഇന്ത്യയിൽ. അത് തന്നെ ഗവൺമെന്റിന്റെ ഭാഗമാകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നോർത്ത് കൊറിയയെ മാത്രമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം പാകിസ്ഥാനിൽ പോലും പല പേപ്പറുകളും ഗവൺമെന്റിനെതിരെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും അത് ഒത്തിരി പ്രോബ്ലമാണ്. ജനങ്ങൾ ജയിലിൽ പോകാൻ വരെ സാധ്യത ഉണ്ടായിട്ട് പോലും. അപ്പൊ ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ നമുക്ക് റിസൾട്ട് ഉണ്ട്. 160 ഇന്ത്യ, 180 രാജ്യങ്ങളിൽ.
അപ്പൊ ഇവർ പറയുന്നത് ഇതെല്ലാം കള്ളക്കണക്കാണ്, ഇതൊക്കെ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇന്ത്യയെ ടാർഗറ്റ് അവർക്ക് എന്ത്? ഇവർക്ക് ഇത് റിപ്പോർട്ടേഴ്സ്, ഇതൊരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. അല്ലാതെ അപ്പൊ ഇപ്പം മീഡിയ ഫ്രീഡത്തിന്റെ കണക്കുകൂട്ടലിൽ തെറ്റുകൾ സംഭവിക്കാം. അതിൽ കുറെ കോൺട്രഡിക്ഷൻസ് ഒക്കെ ആൾക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെക്കാളും നോക്കേണ്ടത് നേരത്തെ നമ്മൾ 135 140 ആയിരുന്നു ഇതേ കണക്കിൽ തന്നെ. അതിൽ നിന്നും പിന്നോട്ട് പോവുകയാണ്. അതിൽ നിന്നും പിന്നോട്ട് ഇപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്ന എൻ്റെ ഈ ലേഖനത്തിൽ ഞാനും എൻ്റെ കോ റിസർച്ചും കൂടെ എഴുതിയ ലേഖനം, ഇതിൽ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഇന്ത്യയിൽ മോദിക്കുള്ള സ്വീകാര്യതയും മോദിയെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ഇമേജും പുറത്തുള്ള ഇമേജും തമ്മിൽ ഒരു ഭീകരമായ ഒരു അന്തരമുണ്ട്. അതും എഗെയിൻ ആരും പഠിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനെപ്പറ്റി കൂടുതൽ വർക്കുകൾ വരേണ്ടതാണ്. ഈ രണ്ട് പുറത്തുള്ള ആൾക്കാർ എന്താ പറയുന്നത്, അകത്തുള്ള ആൾക്കാർ എന്താ പറയുന്നത് തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ ഈ പറയുന്ന ആർഗ്യുമെന്റിന്റെ. അപ്പം ഇതിന്റെ കാരണം ഇപ്പം നമ്മൾ ഇന്ത്യ വിശ്വഗുരുവായി എന്ന് പറയുമ്പോൾ എല്ലാ ഡെമോക്രസി റാങ്കിങ്സിലും ഇന്ത്യ കഴിഞ്ഞ 10 കൊല്ലത്തിൽ ഭീകരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഡെമോക്രസി റാങ്കിങ്സ് ഇപ്പോൾ ഉള്ള ഇന്ത്യ വേൾഡിലുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള എല്ലാ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും റാങ്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന് മറുപടിയായിട്ട് മോദി ഗവൺമെന്റ് പറയുന്നത് ഇതെല്ലാം ഇന്ത്യക്കെതിരെയായിട്ടുള്ള പ്രചരണമാണ്. പക്ഷെ ഇവർക്കൊക്കെ എന്ത് നേടാനാണ്? ഇന്ത്യയെ ഇവർക്ക് ടാർഗറ്റ് ചെയ്തിട്ട് എന്ത് നേടാനാണ്? ഈ ഡെമോക്രസി റാങ്കിങ്സിൽ അമേരിക്കയും താഴെ പോയി ട്രംപിന്റെ സമയത്ത്. അപ്പൊ അമേരിക്കക്കാരുടെ ഒരു കുതന്ത്രമാണെങ്കിൽ, കാരണം പലതും അമേരിക്കയിൽ ബേസ് ചെയ്ത, ചില ഫ്രീഡം ഹൗസ് എന്നൊക്കെ പറയുന്നത് അമേരിക്കയിൽ ബേസ് ചെയ്ത റാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പൊ അവർക്ക് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്നതിനുള്ള ഇതാണെങ്കിൽ അമേരിക്ക സ്വന്തം വളരെ താന്നുപോയി ഡെമോക്രസി റാങ്കിങ്സിൽ ട്രംപിന്റെ സമയത്ത്. ഇപ്പൊ 28% പേര് വിശ്വഗുരു എന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പുറത്തുള്ളവരുടെ എന്തൊക്കെയാണ്? പുറത്തുള്ളവർ 28% ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് കഴിഞ്ഞ 10 കൊല്ലത്തിൽ വർദ്ധിച്ചു എന്ന് പറയുന്നു. 68% ഇന്ത്യക്കാർ വിശ്വഗുരു എന്ന് പറഞ്ഞാൽ നമ്പർ 1 എന്നുള്ള പൊസിഷൻ, വേൾഡിനെ പഠിപ്പിക്കുന്ന ഒരു കൺട്രി. അല്ലാതെ നമ്മൾ ഇൻഫ്ലുവൻസ് വർദ്ധിച്ചു എന്നല്ല. ഇൻഫ്ലുവൻസ് നമ്മുടെ ഇന്ത്യയുടെ വർദ്ധിച്ചുകൊണ്ടിരിക്കണം. അതിനെപ്പറ്റി ഞാൻ പറയാം. 68% ഇന്ത്യക്കാർ വിശ്വഗുരു എന്ന് ഇന്ത്യ ആയി മോദിയുടെ കീഴിൽ എന്ന് പറയുമ്പോൾ 28% പുറത്തെ ലോകം പറയുന്നത്. ഈ 10-20 കൺട്രീസിന്റെ ആവറേജ് എടുത്തു കഴിയുമ്പം ഈ പ്യൂ റിസർച്ച് സെന്റർ എന്ന് പറയുന്ന ഏറ്റവും പ്രശസ്തമായ വേൾഡിലെ സാമ്പിളിംഗ് നടത്തുന്ന റിസർച്ച് സർവേകളാണ്. 10-20 കൺട്രീസിന്റെ ആവറേജ് എടുക്കുമ്പോൾ 28% ആൾക്കാരാണ് ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് കഴിഞ്ഞ 10 കൊല്ലത്തിൽ വർദ്ധിച്ചു എന്ന് പറയുന്നത്. കഴിഞ്ഞ 5 കൊല്ലത്തിന് മുമ്പ് ഇതേ സർവേ നടത്തിയപ്പോൾ 2018 6 കൊല്ലത്തിന് മുമ്പ് അതാ തന്നെയാണ് പറഞ്ഞത്. 28% ഇന്ത്യയെ പറ്റി പറഞ്ഞത്. 28% ആൾക്കാർ പറയുന്നു ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് വർദ്ധിച്ചു കഴിഞ്ഞ 10 കൊല്ലത്തിൽ. അത് സെയിം ആണ്, അതിൽ മാറ്റം വന്നിട്ടില്ല. ഈ 68% നമ്മൾ വിശ്വസിക്കുന്നു, 28% പുറത്തു നിന്ന് വിശ്വസിക്കുന്നു പറയുമ്പോൾ ഇതിൻ്റെ അകത്തെ ഒരു കാര്യം മനസ്സിലായില്ലേ സുഹൃത്തിക്ക്? നമ്മുടെ സ്വന്തമുള്ള അവലോകനവും പുറത്തുള്ള അവലോകനവും തമ്മിലുള്ള അന്തരം വലുതാണത്. ഇന്ത്യ ഇൻഫ്ലുവൻഷ്യൽ ആണ് പലതരത്തിലും. അതിൽ ഇന്ത്യ ഇൻഫ്ലുവൻഷ്യൽ ആണ് എന്നുള്ളതിന് പ്ലസ് മോദി മൈനസ് മോദി, മോദിയെ കൂട്ടുകയും മോദിയെ കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാലുള്ള വ്യത്യാസം എന്താ? അത് ഞാൻ പറയാം. അതിലേക്ക് ഞാൻ കടക്കാം. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ഇപ്പം നമ്മൾ ഇപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ തന്നെ പറയുകയാണ് ഞാനാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഞാനാണ് ഫസ്റ്റ് എന്ന് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് മറ്റുള്ളവരല്ലേ മാർക്ക് ഇടുന്നത്, ടീച്ചറിലെ മാർക്ക് ഇടുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരല്ലേ അസസ് ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരു അവസ്ഥയാണ്. നമ്മൾ സ്വന്തം ഒരു കിണറ്റിൽ തവള കിടക്കുന്ന പോലെ നമ്മൾ ആലോചിക്കുകയാണ് നമ്മൾ വിശ്വഗുരുവായി. പക്ഷെ ജനങ്ങൾ, ലോകത്തുള്ള ആൾക്കാരും പറയേണ്ടത് വിശ്വഗുരു അങ്ങനെയല്ലേ. ഇപ്പൊ നമ്മൾ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും പുറത്തുനിന്നുള്ള അവലോകനമുള്ളേ, നമ്മൾ പുറത്തുള്ള അവലോകനമല്ലേ നമ്മളെ പറ്റി നമുക്ക് ഏറ്റവും ഇതായിട്ട് വരുന്നത്. അല്ലാതെ നമ്മൾ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാരെ എക്സ്പെക്ട് ചെയ്യണ്ടേ? നമുക്ക് എന്ത് വേണേലും പറയാലോ, ഞാനാണ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാർ പറയണ്ടേ നമ്പർ 1 ആയോ എന്ന്. കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഇത് തെറ്റാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നില്ല, ഇത് ഇങ്ങനെയല്ല എന്നുള്ളത്. അപ്പൊ കാരണം അതാണ് പറഞ്ഞത്. അപ്പൊ ഈ കഴിഞ്ഞ മറ്റേ പുറത്തെ ഇത് നമ്മളുള്ള ഡിഫറൻസിന്റെ ആ കാര്യം പറയുന്നതിന് മുമ്പ് ഇതാണ് പറഞ്ഞത്. ഡെമോക്രസി റാങ്കിങ്സിൽ, പ്രസ് മീഡിയ റാങ്കിങ്സിൽ ഏറ്റവും താഴെ. അപ്പൊ ഇത് പറയുന്നതിന്റെ ഒരു ഇപ്പൊ ഇതിനും BJPയും ഹിന്ദുത്വ സപ്പോർട്ടേഴ്സും പറയുന്ന ഒരു മറുപടി എന്നാന്ന് വെച്ചാൽ, ഇത് അഗൈൻ നമ്മൾ അമേരിക്കയും വെസ്റ്റേൺ കൺട്രീസും ഒക്കെ ഇന്ത്യക്കെതിരാണ്, ഇന്ത്യ വളരുന്നത് അവർക്ക് ആഗ്രഹമില്ല, അതുകൊണ്ടാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ്. പക്ഷെ അതുപോലെ നമ്മൾ വളരെ
പട്ടിണി. അത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഉം. അങ്ങനത്തെ ഉള്ള സൂചികളിലൊക്കെ താഴെ പോയി അല്ലെങ്കിൽ കുറവാന്നുള്ളതിന് മറുപടി പറയുന്നത് അതൊക്കെ നമ്മളെ ടാർഗറ്റ് എല്ലാത്തിനും പറയുന്നത് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നതെന്നുള്ള. പക്ഷെ എന്തുകൊണ്ട് ടാർഗറ്റ് അവർക്ക് എന്ത് നേടാനാണ്? അതൊന്ന്. രണ്ടാമത്തേത്, ഇന്ത്യയിലെ ഡെമോക്രസി റാങ്കിങ്ങിന്റെ ഏറ്റവും ഹയസ്റ്റ് ലെവല് ഒരു സൂചികയില് വാജ്പേയി ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു, 98-ല് 99-ല്. ഇപ്പൊ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ആ സമയത്ത് കൂട്ടേണ്ട കാര്യമില്ലല്ലോ റാങ്കിങ്. വേറെ ഒരു ഇതിൽ 2014 മൻമോഹൻ സിംഗിന്റെ അവസാനത്തെ കൊല്ലത്തിലായിരുന്നു ഇന്ത്യയുടെ ഡെമോക്രസി റാങ്കിങ്ങിൽ ഏറ്റവും ഹയസ്റ്റ് റാങ്ക്. അപ്പൊ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ആ സമയത്തും ടാർഗറ്റ് ചെയ്യണ്ട. വാജ്പേയിയുടെ മോദിയുടെ സമയത്ത് ഈ 10 വർഷത്തിൽ ഒരിക്കലും വന്നിട്ടില്ല അല്ലെ? 10 വർഷം നമ്മൾ താഴേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ കൊല്ലം, അടുത്ത കൊല്ലം ഈ നമ്മുടെ കോalition ഗവൺമെന്റ് ഇവിടെ മോദിക്ക് ഫുൾ മെജോറിറ്റി കിട്ടാത്തതുകൊണ്ട് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ കുറെ കൂടി ഇൻഡിപെൻഡൻസ് വരുമോ എന്നറിയില്ല നമുക്ക്. അപ്പൊ അടുത്ത കൊല്ലത്തെ റാങ്കിങ്ങിൽ നമുക്ക് കാണാൻ പറ്റും അത് കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇവർ പറയുന്നത് ഇതെല്ലാം ഒരു ഗൂഢാലോചനയാണ് ഇന്ത്യക്കെതിരെയുള്ള രീതിയിൽ. അതിൽ കഴമ്പില്ല. അവർക്ക് എപ്പോഴും ഒരു ശത്രു വേണമല്ലോ പോരാടിക്കൊണ്ടിരിക്കാൻ. അവരെ അതെ, ശത്രുവാണ്. അപ്പൊ ഇത് പറയുന്ന ലോകത്തിലെ എല്ലാ ടോപ്പ് ന്യൂസ് പേപ്പേഴ്സ് ആണ്, വെസ്റ്റേൺ ന്യൂസ് പേപ്പേഴ്സ് ആണ്. കൂടുതലും വെസ്റ്റിലാണ്. വാഷിംഗ്ടൺ പോസ്റ്റ്, ന്യൂയോർക്ക് ടൈംസ്, ഗാർഡിയൻ, വാൾ സ്ട്രീറ്റ് ജേർണൽ, ടൈം മാഗസിൻ, ഫ്രഞ്ച് ന്യൂസ് പേപ്പർ, ടോപ്പ് ഫ്രഞ്ച് ന്യൂസ് പേപ്പേഴ്സ്, ഇതെല്ലാ ന്യൂസ് പേപ്പറുകളിലും മോദി സ്വേച്ഛാധിപത്യം ഇതിനെപ്പറ്റിയുള്ള വാർത്തകൾ ഈ കഴിഞ്ഞ 10 കൊല്ലം നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവരെല്ലാം ഇന്ത്യക്കെതിരെയായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന അവർക്ക് ഗൂഢാലോചനയാണെന്ന് പറയാൻ കാരണമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യയുടെ ഫ്രണ്ട്സ് ആണ്. വെസ്റ്റേൺ കൺട്രീസ് എല്ലാം ഇന്ത്യയുടെ ഫ്രണ്ട്സ് ആണ്. ഇന്ത്യ ഒരു ശത്രുവേ അല്ല. വെസ്റ്റേൺ കൺട്രീസിന്റെ ശത്രു എന്ന് പറയുന്നത് ചൈനയാണ്. ഇന്ത്യ ശത്രുവേ അല്ല. അപ്പൊ ഈ ശത്രുവല്ലാത്ത രാജ്യത്തിന്റെ ന്യൂസ് പേപ്പേഴ്സ് എന്തുകൊണ്ടാണ് മോദിയെ പറ്റി പറയുന്നത്? അതിലെന്താണ് അവർക്ക് പറയാൻ? അതിലൊരു കാര്യമില്ലല്ലോ. ഇതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാനിപ്പോ പാകിസ്ഥാന്റെ ന്യൂസ് പേപ്പർ എടുത്തു, അല്ലെങ്കിൽ ചൈനയുടെ ന്യൂസ് പേപ്പർ എടുത്തിട്ട് പറയുകയാണ് മോദി സ്വേച്ഛാധിപതിയാണ്, മോദി ഇത് ചെയ്യുന്നില്ല. നമ്മളത് മാനിക്കേണ്ട കാര്യമില്ല. അവർ നമ്മുടെ ശത്രുവല്ലേ. അവർ പറയുന്നത് നമ്മൾക്ക് കേൾക്കേണ്ട കാര്യമില്ലല്ലോ. അവരങ്ങനെയല്ലേ പറയുള്ളൂ. നമ്മളിപ്പം പാകിസ്ഥാനെ പറ്റി അല്ലെങ്കിൽ ചൈനയെ പറ്റി അങ്ങനെയല്ലേ പറയുള്ളൂ. ഇത് ന്യൂട്രലായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയോട് താല്പര്യമുള്ള കൺട്രീസാണ്. എല്ലാ കൺട്രീസും ഇന്ത്യയോട് താല്പര്യമുള്ള വെസ്റ്റേൺ കൺട്രീസ് എല്ലാം ഇന്ത്യയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വേണം. ഇന്ത്യൻ ആൾക്കാരെല്ലാം വൻ നമ്പറിൽ ഇന്ത്യയുടെ പ്രവാസികൾ ഈ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. അവർക്കെതിരെ നമ്മളെ ഇന്ത്യയെ എന്തിനെ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ. നമ്മുടെ ഗവൺമെന്റ് സ്വേച്ഛാധിപത്യം എന്ന് പറഞ്ഞ് കാണിച്ച് കുറയ്ക്കേണ്ട അവർക്ക് ഒരു കാര്യമില്ലല്ലോ. അവർക്ക് ചൈനയെ നേരിടാനായിട്ട് ഇന്ത്യയുടെ സഖ്യമാണ് അവരെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ കൂട്ടാനായിട്ടാണ്. ഇന്ത്യയിൽ നടക്കുന്ന എന്തെല്ലാം വിഷയങ്ങൾ വന്നപ്പോഴാണ് ഈ പുറത്തുള്ളവർക്ക് ഇവിടെ പ്രശ്നങ്ങളുണ്ട് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായ ഇൻസിഡൻസ്? ഞാൻ ഈ വെസ്റ്റേൺ ന്യൂസ് പേപ്പേഴ്സ് എല്ലാം മോദിക്ക് എതിരാണ്, അവർ ബയസ്ഡ് ആണെന്നൊക്കെ പറയുന്നത് അതിൽ കാര്യമില്ലെന്ന് പറഞ്ഞതിന്റെ മെയിൻ കാരണം ഇതാണ്. ആദ്യം മോദി പവറിൽ വന്നപ്പോൾ, ഫോർ എക്സാമ്പിൾ ടൈം മാഗസിന്റെ കവർ എടുത്ത് നോക്കിയോ, അവർ ന്യൂട്രൽ അല്ലെങ്കിൽ പോസിറ്റീവ് ടോണിലാണ് ആ കവറുകളൊക്കെ വന്നേക്കുന്നത്. 1, 2 വന്ന് ആദ്യത്തെ 2012, 2014 വരുന്നതിന് മുമ്പ് വന്നു കഴിഞ്ഞ ഉടനെ എനിക്ക് തോന്നുന്നു 2015 കവർ വൈ മോദി മാറ്റേഴ്സ് എന്നുള്ള രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു പവറാണ്, അതുകൊണ്ട് മോദി ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള രീതിയിൽ, പോസിറ്റീവ് ഒന്നും നെഗറ്റീവ് പറയാത്ത രീതിയിലാണ് വന്നത്. അത് മാറിയിട്ട് CAA, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബില്ലും ബീഫ് ലിഞ്ചിങ്സും ഒക്കെ വേൾഡ് വൈഡ് ന്യൂസ്, പിന്നെ കശ്മീരിന്റെ ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയത്, ബേസിക്കലി മൈനോറിറ്റീസിനെതിരെയുള്ള, മുസ്ലിംസിനെതിരെയുള്ള ആക്ഷൻസ്, നമ്മുടെ ഗോമാംസം സംബന്ധിച്ച കൊലകൾ, അങ്ങനത്തെ റിലീജിയസ് ഓപ്പറേഷൻ, ഈ കാര്യങ്ങളെല്ലാം വന്ന പിന്നെയാണ് നെഗറ്റീവായി തുടങ്ങി. ആദ്യത്തെ 2-3 കൊല്ലം അവർ മോദിയെ വെൽക്കം, അല്ലെങ്കിൽ മോദിക്ക് ഒരു സ്പേസ് കൊടുത്ത് ഇന്ത്യയുടെ വളരുന്ന ഒരു കൺട്രി ആയിട്ട്, മോദി ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് അവർ കണ്ടുകൊണ്ടിരുന്നത്. അതും ഗുജറാത്ത് കലാപത്തിന്റെ ഒക്കെ കാര്യം ഇവർക്ക് അറിയാഞ്ഞിട്ടും അതൊരു നെഗറ്റീവായിട്ട് എടുത്തില്ല ആദ്യം. കാരണം അവർക്കെല്ലാം ഇൻട്രസ്റ്റ് അല്ല, എസ്പെഷ്യലി വെസ്റ്റേൺ ന്യൂസ് പേപ്പേഴ്സിന് ഇൻട്രസ്റ്റ് മാർക്കറ്റ് വളരുന്നുണ്ടോ, എസ്പെഷ്യലി ബിസിനസ് ന്യൂസ് പേപ്പേഴ്സ്, ഫൈനാൻഷ്യൽ ടൈംസ് അല്ലെങ്കിൽ എക്കോണമിസ്റ്റ്, അവർക്കൊക്കെ ബിസിനസ് താല്പര്യമാണ്, ക്യാപിറ്റലിസം, മാർക്കറ്റ്. അപ്പോൾ ഇന്ത്യയാണ് ഏറ്റവും വലിയ മാർക്കറ്റ്, വളർന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ ചൈനയും ഇന്ത്യയാണ് ഏറ്റവും വലിയ മാർക്കറ്റ്. അപ്പോൾ അവർക്കത് താല്പര്യമേ ഉള്ളൂ. അതിൽ അവർക്ക് കുറച്ച് കാണാനായിട്ട് അവർക്ക് ഒരു താല്പര്യമല്ല. മാർക്കറ്റ് വളരും തോറും അവർക്കെല്ലാം ഇൻട്രസ്റ്റ് ആണ്. ആദ്യത്തെ റിപ്പോർട്ടിംഗ് എല്ലാം അങ്ങനെയായിരുന്നു. ഈ കാര്യങ്ങൾ വന്നേ പിന്നെയാണ് ഈ റിലീജിയസ് ഓപ്പറേഷൻ, ഹിന്ദു മുസ്ലിം ബൈനറി എന്നുള്ള ഒരു ഭീകരമായ രീതിയിൽ അതിൻ്റെ
അവസ്ഥ മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ നെഗറ്റീവ് കവറേജ് വരാൻ തുടങ്ങി. അല്ലാതെ ആദ്യം തൊട്ടേ ഞങ്ങൾ സ്റ്റഡി ചെയ്ത് അനുസരിച്ച് നോക്കിയാൽ ആദ്യം തൊട്ടേ അങ്ങനെയല്ല. ഈ കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 370 എടുത്ത് മാറ്റിയ കശ്മീർ ജനതയോട് ചോദിക്കാതെ അല്ലെങ്കിൽ അവിടുത്തെ അസംബ്ലിയോട് ചോദിക്കാതെ, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബില്ല്, മുസ്ലിം പൗരത്വം വളരെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യുമെന്നുള്ള ഒരു തോന്നൽ. ഈ യൂറോപ്യൻ പാർലമെന്റിൽ ഓൾമോസ്റ്റ് 750 MP-മാരിൽ 625 പേരും പ്രമേയങ്ങൾ പാസ്സാക്കി സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബില്ലിനെതിരെ. അത് വലിയ, കാരണം റിലീജിയസ് ബേസ്ഡ് ആണ്. അതാണല്ലോ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ടാണ് വേൾഡ് മുഴുവൻ കാണുന്നത്. അപ്പോൾ നമ്മളൊരു സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് റിലീജിയസ് ബേസിസിൽ എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തും, മുസ്ലിംസിനെ മാറ്റി നിർത്തും എന്ന് പറയുമ്പോൾ അത് വലിയൊരു വാർത്തയാണ്. അതാണ് ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഇന്ത്യയിൽ. കാരണം ഇന്ത്യയെ പുറത്തു നിന്ന് കാണുന്നത് ഇന്ത്യ ഒരു മതേതരത്വ ഡെമോക്രസിയാണ്. തേർഡ് വേൾഡിലെ അല്ലെങ്കിൽ മൂന്നാം കിട ലോക രാഷ്ട്രങ്ങളിലെ ഏറ്റവും ഓൾഡസ്റ്റ് ഡെമോക്രസിയാണ്. അങ്ങനെയാണ് കാണുന്നത്. ഗാന്ധിയാണ് ഏറ്റവും ഫേമസ്, ഏറ്റവും പുറത്ത് അറിയപ്പെടുന്ന ഏറ്റവും വലിയ വ്യക്തി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഗാന്ധിയാണ്. എല്ലായിടത്തും എത്രയോ വിദേശ രാജ്യങ്ങളിൽ ഗാന്ധിയുടെ പ്രതിമയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫിഗറാണ്. അപ്പോൾ ഗാന്ധിജിയാണ് ഈ പുറത്ത് അറിയപ്പെടുന്ന ഏറ്റവും വലിയ. പിന്നെ നെഹ്റു, അങ്ങനത്തെ ആ ഒരു പാരമ്പര്യമാണ് ഇന്ത്യ പുറത്തു നിന്ന് ആൾക്കാർ നോക്കുന്നത്, എസ്പെഷ്യലി വെസ്റ്റേൺ ഡെമോക്രാറ്റിക് കൺട്രീസ് നോക്കും. അതിനെ തകർത്തോണ്ടാണ്, അല്ലെങ്കിൽ അതിനെ തകർക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു ഐഡിയോളജി എന്ന രീതിയിലാണ് ഈ നെഗറ്റീവ് കവറേജ് എല്ലാം വരാൻ തുടങ്ങി. അല്ലാതെ ഇവർക്ക് എന്തോ ഇന്ത്യയെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. മോദി ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ഇപ്പൊ ഇതിന്റെ ഈ പ്രൊപ്പഗാൻഡയുടെ ഒരു ലെവല്, മോദി ഒരു പ്രസംഗത്തിൽ പറയുകയാണ്, ചായ നമ്മുടെ ഒരു ഉൽപ്പന്നമാണല്ലോ, നമ്മുടെ ഇന്ത്യയുടെ ചായ ലോകത്തിലുള്ള വെസ്റ്റേൺ കൺട്രീസിലോ അല്ലെങ്കിൽ ലോകത്തിലുള്ള ആൾക്കാർക്കും ചായക്കെതിരെ എന്തോ ഒരു ഗൂഢാലോചനയുണ്ട്, ചായ ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെയുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കളും, വെസ്റ്റേൺ വെള്ളക്കാരായ സുഹൃത്തുക്കളും അല്ലാത്തവരും, എല്ലാവർക്കും ഇന്ത്യൻ ചായ എന്ന് പറയുന്നത് ഏറ്റവും പ്രിയങ്കരമാണ്, ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷേ മോദി പറയുന്ന പ്രസംഗത്തിൽ ഇങ്ങനെ എന്തോ നമ്മൾക്കെതിരെ. അതുപോലെ തന്നെ BBC ഡോക്യുമെന്ററി ബാൻ ചെയ്തില്ലേ, അതൊക്കെ ലോകത്തിൽ വലിയ വാർത്തകൾ. കാരണം ഒരു ഇന്ത്യ പോലുള്ള ഒരു ഡെമോക്രസിയിൽ ഒരു മീഡിയ ബാൻ ചെയ്യുന്നത് വലിയ സംഭവമാണ്. ഒരു മീഡിയ ഔട്ട്ലെറ്റിനെ ബാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് വലിയ സംഭവം, അത് വലിയ വാർത്തകളാണ്. അതുപോലെ തന്നെ സുനിതയ്ക്ക് അറിയാവുന്ന അറിയില്ല, ഈ ഇന്റർനെറ്റ് ഷട്ട് ഡൗണിൽ ഇന്റർനെറ്റ് നിർത്തുന്ന സെക്യൂരിറ്റി റീസൺസ് പ്രശ്നങ്ങൾ വരുന്ന എല്ലാ സ്ഥലങ്ങളിലും, ഇന്നലെ സംബലില് ഉത്തർപ്രദേശിൽ എല്ലായിടത്തും ഉണ്ട്. ലോകത്തില് കഴിഞ്ഞ 6 കൊല്ലത്തില് ഇന്ത്യയാണ് നമ്പർ 1 ഇന്റർനെറ്റ് നിർത്തലാക്കുന്നത്. വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ ജനാധിപത്യമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞ പോലെ തോന്നുന്നു അത് നോർമലൈസ് ചെയ്യപ്പെട്ടു. ആദ്യമൊക്കെ നമ്മൾ ഉത്തർപ്രദേശിലെ പല സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ ഇന്റർനെറ്റ് നിർത്തുമെന്ന് അതിനെക്കുറിച്ച് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും വാർത്ത പോലും ഇല്ലാതെയായി. അതെ, അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ 6 കൊല്ലത്തില് ഇന്ത്യയാണ് നമ്പർ 1 ഈ പട്ടികയിൽ. നമ്പർ 1 ആവുന്നത് നമ്മൾ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യം അല്ലാത്തതുകൊണ്ട്. ബാക്കിയുള്ള എല്ലാം സ്വേച്ഛാധിപത്യ രാജ്യങ്ങളാണ്. മ്യാൻമാർ, ഇറാൻ, പാകിസ്ഥാൻ, ടോപ്പ് 10 എടുത്തു നോക്കിയാൽ എല്ലാ സ്വേച്ഛാധിപത്യ രാജ്യങ്ങളാണ്, എല്ലാ ഓട്ടോക്രാറ്റിക് കൺട്രീസാണ്. ഇന്ത്യ മാത്രമാണ്. ഓട്ടോക്രാറ്റിക് കൺട്രീസിന്റെ പല സിംറ്റംസ് ഇപ്പൊ ഇന്ത്യക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ, ഈ പല പ്രവർത്തനങ്ങളും. ഇപ്പൊ ഇന്റർനെറ്റ് കട്ട് ചെയ്യുക, ഏകപക്ഷീയമായിട്ടുള്ള പല കാര്യങ്ങളിലും. അതെ, അതാണ് ഇതിനകത്ത് വേൾഡ് ഡെമോക്രസി റാങ്കിങ്സിൽ വന്ന ഇത് കാര്യമാണ്. കഴിഞ്ഞ കൊല്ലം സ്വേച്ഛാധിപത്യ ടെൻഡൻസീസ് ഏറ്റവും കൂടുതൽ കാണുന്ന ടോപ്പ് 10 കൺട്രീസിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലായിരുന്നു. കാരണം ഇന്ത്യ ഡെമോക്രസി ആയിരുന്നുകൊണ്ട്. ഇപ്പം ഒരു സ്വേച്ഛാധിപത്യ രാജ്യം കുറച്ചും കൂടെ കൂടുതൽ സ്വേച്ഛാധിപത്യത്തിലേക്ക് വീഴുമ്പോൾ അത് അത്രയും ഡിഗ്രി മാറുന്നില്ലല്ലോ. പക്ഷെ വേറെ ഒരു ജനാധിപത്യ കൺട്രി സ്വേച്ഛാധിപത്യത്തിലെ ടെൻഡൻസീസിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ. അപ്പം ടോപ്പ് 10 വരുന്നുണ്ട് ഇന്ത്യ. ഏറ്റവും കൂടുതൽ കാണുന്നത് ഇന്ത്യയിലായിരുന്നു കഴിഞ്ഞ 2022-23. അപ്പൊ ഇതാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പിന്നെ വന്ന നെഗറ്റീവ് കവറേജ് കോവിഡിന്റെ ലോക്ക്ഡൌൺ, 4 മണിക്കൂർ കൊണ്ടുള്ള ലോക്ക്ഡൌൺ കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ നടക്കുന്ന ഏറ്റവും വലിയൊരു വാർത്തയായിരുന്നു പുറത്ത്. നമ്മളത് ഓർക്കുന്നില്ല, പക്ഷെ നമ്മളത് കാണുന്നില്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് വലിയ സംഭവം. കാരണം വേറെ സ്ഥലത്ത് സംഭവിച്ചിട്ടില്ല. കോവിഡിന്റെ ഒത്തിരി പേര് മരിച്ചു, എല്ലായിടത്തും പല സ്ഥലത്തും മരിച്ചു. പക്ഷെ ഒരു ലോക്ക്ഡൌൺ കൊണ്ട് ലക്ഷക്കണക്കിന് ജോലിക്കാർ, 1000-2000 കിലോമീറ്റർ നടക്കുക എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്ററീസ് ഉണ്ടായിട്ടുണ്ട് അതിനെപ്പറ്റി വീഡിയോസ് ഉണ്ടായിട്ടുണ്ട്, റിപ്പോർട്ട്സ് ഉണ്ട്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഈ കോവിഡിന്റെ ക്ലാസ്സുകൾ, കോവിഡ് എന്താണ്, അതിന്റെ മഹാമാരിയെ പറ്റിയൊക്കെ പഠിപ്പിക്കുമ്പോൾ ഈ ഡോക്യുമെന്ററി ഇങ്ങനെ നടക്കുന്ന
ജോലിക്കാര് അല്ലെങ്കിൽ വർക്കേഴ്സ് നടക്കുന്ന കാണുമ്പോൾ എല്ലാ സ്റ്റുഡൻസ് എല്ലാം കരയുകയായിരുന്നു. അവർ ഇതുപോലത്തെ ഒരു കാഴ്ച കണ്ടിട്ടില്ല. 2000 കിലോമീറ്റർ കുഞ്ഞിനെയും കയ്യിൽ എടുത്തുകൊണ്ട് ചുമലിലേറ്റി നടക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അതുപോലത്തെ ഒരു സംഭവമൊക്കെ നടന്നത് അത് പുറത്ത് വലിയൊരു വാർത്തയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അറിയുന്നില്ലല്ലോ. ഇപ്പൊ അമേരിക്കയിൽ മരിച്ചോ അത് പുറത്തൊക്കെ വാർത്തയാണ്. അല്ല നമ്മളിപ്പോൾ എഗെയിൻ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇവർ വാർത്ത. അമേരിക്കയിൽ ആൾക്കാർ മരിച്ചത്, കോവിഡിൽ ഒത്തിരി പേര് മരിച്ചല്ലോ. 9 ലക്ഷം 10 ലക്ഷം പേര് മരിച്ചല്ലോ. പക്ഷേ ഈ ലാക്ക് ഓഫ് ഓക്സിജൻ കൊണ്ട്, ഓക്സിജൻ ഇല്ലാതെ നമ്മൾ സെക്കൻഡ് വേവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കോവിഡ് 1947 ശേഷം ഇന്ത്യയുടെ ഏറ്റവും വലിയ പൊതുജന ആരോഗ്യ ദുരന്തമാണ്. കാരണം ഇതുപോലത്തെ ഒരു അവസ്ഥ കേരളം മാത്രമാണ് അതിനകത്ത് ഏറ്റവും നമ്മൾ അത്രയും ഭീകര രീതിയിൽ കണ്ടിട്ട്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഓക്സിജൻ ഇല്ലാതെ ജനങ്ങൾ, കാശുള്ള വ്യക്തികൾ, സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന വ്യക്തികൾക്ക് പോലും ഹോസ്പിറ്റലിൽ കിട്ടാനുള്ള ചാൻസ് ഇല്ല. അത് അത്രയ്ക്കൊരു സംഭവം. അത് വേൾഡ് വൈഡ് കവറേജ് വന്നു. അതിൽ കവറേജ് വന്ന് ലോകത്ത് പല രാജ്യങ്ങളിലും കോവിഡ് കൊണ്ട് മരിച്ചു. ഇറ്റലിയിൽ മരിച്ചു, വെസ്റ്റേൺ യൂറോപ്പിൽ. അതുകൊണ്ടല്ല കവറേജ് വരുന്നത്. കവറേജ് വന്നത് എന്തുകൊണ്ടാണ്? മോദി ആദ്യത്തെ വേവ് കഴിഞ്ഞ് പറഞ്ഞു കോവിഡിനെ ഞങ്ങൾ കീഴടക്കി ഇന്ത്യ. അത് ആലോചിച്ച് നോക്കി, കോവിഡിനെ കീഴടക്കി. ഇത് ലോകത്തിൽ ആദ്യം ഏതെങ്കിലും നേതാവ് ഇത് പറയുമോ എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നെഗറ്റീവ് കവറേജ് വന്നത്. അല്ലാതെ ഇന്ത്യയിൽ ഓക്സിജൻ ഇല്ലാതെ മാത്രമായിട്ട് ഒരു വാർത്തയല്ല. അത് നമ്മളുടെ പ്രധാനമന്ത്രി പറയുകയല്ലേ നമ്മൾ കീഴടക്കി, ഇതെല്ലാം ഫിനിഷ് ചെയ്തു, പിന്നെ എങ്ങനെയാ ഇത് വന്നതെന്നുള്ളതല്ലേ പുറത്തുനിന്ന് നോക്കണം. ഇത് അപ്പൊ അങ്ങനത്തെ ഒരു ആ ഒരു ഹുങ്കിന്റെ രീതിയിലുള്ള വർത്താനം. എന്നിട്ട് ഓക്സിജൻ ഇല്ലാതെ മരിക്കുമ്പോൾ പാൻഡമിക് ഒക്കെ കഴിഞ്ഞു, ഞങ്ങൾ പിന്നെ റാലികൾ നടത്തിയ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വേവ് തുടങ്ങുന്നതിന് മുമ്പല്ലേ വലിയ വലിയ റാലികൾ. മോദി തന്നെ 1 ലക്ഷം 1 ലക്ഷം 2 ലക്ഷം പേരുള്ള റാലികൾ നടത്തി. അപ്പൊ അതിനെയൊക്കെ ബേസിസാണ് ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്നത് പുറത്തുനിന്നുള്ള, അല്ലാതെ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ള ഈ കോവിഡിന്റെ തന്നെ ലോകത്തിലെ ഏറ്റവും അധികം ഒഫീഷ്യൽ കണക്കല്ലാതെ അധികം മരിച്ച കണക്കിൽ ഇന്ത്യയാണ് ലോകത്തിലെ 3-1 ഇന്ത്യയിലാണ്. കാരണം ഇന്ത്യയുടെ 5 ലക്ഷമാണ് ഒഫീഷ്യൽ കണക്ക്, 50 ലക്ഷത്തോളമാണ് അൺഒഫീഷ്യലായിട്ട് എല്ലാ ഹെൽത്ത് എക്സ്പേർട്സും സയൻറ്റിസ്റ്റും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 10 മടങ്ങാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ കണക്കും ശരിക്കും ഉള്ളത്. അതിനെപ്പറ്റി വലിയ വാർത്തകൾ വന്നു. പിന്നെ ഇന്ത്യ തന്നെ പ്രതിരോധിച്ചു, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട് അലോ ചെയ്യുന്നില്ല. അങ്ങനത്തെ പല പല നെഗറ്റീവ്, ഇതൊക്കെ ഇന്ത്യയുടെ പൊസിഷൻ താഴെ അല്ലെങ്കിൽ ഇന്ത്യയുടെ റെസ്പെക്ട് കുറയ്ക്കുന്ന കാര്യങ്ങളല്ലേ. നമ്മൾ മീഡിയ എന്ന് നമ്മളെ കുറ്റം പറയുക എന്ന് പറയുന്നതിനേക്കാളും ഇത് നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇത് ലോകത്തിലെ എല്ലാ കൺട്രികളും അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഒഫീഷ്യൽ കണക്കും ശരിക്കുള്ള മരണവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ടെന്നുള്ളത്. പക്ഷേ അതൊക്കെ റിജക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഈ വ്യത്യാസമാണ് കാണുന്നത്. പക്ഷെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ അതേസമയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ വലിയ വലിയ യുദ്ധങ്ങൾ വരെ നരേന്ദ്രമോദിക്ക് നിർത്താൻ വേണ്ടിയുള്ള പ്രാപ്തിയുണ്ട്. അതെ, ഇതാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ പുറത്തെ ഈ ഞാൻ പറഞ്ഞ ഡെമോക്രസി റാങ്കിങ്സും പ്രസ് മീഡിയ റാങ്കിങ്സും സ്വേച്ഛാധിപത്യം ഒക്കെയാണ് മെയിൻ കവറേജ്, അല്ലെങ്കിൽ കോവിഡ്, ഇതൊക്കെ മെയിൻ കവറേജ് അല്ലെങ്കിൽ നെഗറ്റീവ് കവറേജ് വരുമ്പോൾ പല പല രാജ്യങ്ങളിൽ നേരെ തിരിച്ച് ഇവിടെ നമ്മുടെ രണ്ട് പാരലായിട്ട് നടക്കുന്ന പോലെയാണ്. നമ്മുടെ പുറത്ത് ലോകം എന്താണ് പറയുന്നത്, നമ്മുടെ അകത്തെ ജനത എന്താണ് പറയുന്നത് എന്നുള്ളൂ. അതുകൊണ്ടല്ലേ 68% ആൾക്കാരും ഗുരുവായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ലോകത്തില് ഞാൻ ഫോട്ടോസ് ഷെയർ ചെയ്യാം, സുനിതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. ലോക നേതാക്കള് എങ്ങനെ, അല്ലെങ്കിൽ മോദി എങ്ങനെ ലോക നേതാക്കളുടെ ഏറ്റവും വലിയ ഫ്രണ്ടാണ്. ട്രംപ് ആണെങ്കിലും ബൈഡൻ ആണെങ്കിലും പുടിൻ ആണെങ്കിലും ഏത് സമയവും നമ്മളിപ്പോൾ കാണുന്ന ഈ പ്രൊജക്ഷൻ അല്ലേ, നമ്മളിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞ, ഞാൻ നേരത്തെ നോർത്ത് കൊറിയയോട് ഉപമിച്ച എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരു വിഷയമല്ല. ആരെ പോയി കെട്ടിപ്പിടിച്ചു, അല്ലെങ്കിൽ എവിടെ പോയിരിക്കുന്നു എന്നുള്ള രീതിയിൽ. ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് മീഡിയയുടെ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റാണ്. ഇത് നമ്മൾ ഉക്രൈൻ യുദ്ധം എടുത്തോ, റഷ്യ 2 കൊല്ലം മുമ്പ് വന്ന്, അതൊരു വലിയൊരു എക്സാമ്പിളാണ്. ഏറ്റവും വലിയ ചാനലുകൾ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ചാനലുകൾ, സീ ന്യൂസ് അതുപോലത്തെ ഹിന്ദിയിലുള്ളത്, അവരൊക്കെ ചർച്ച ചെയ്യുന്നതും പുറത്ത് ചർച്ച ചെയ്യുന്നതും തമ്മിലുള്ള ഒരു കണക്ഷനേ ഇല്ല. ഇന്ത്യയിൽ കാണിക്കുന്നത് എന്താണ്? ഇന്ത്യയിൽ കാണിക്കുന്നത് മോദിയാണ്
ഡിസൈഡ് ചെയ്യുന്നത് ഉക്രൈൻ യുദ്ധം തുടങ്ങണോ എന്ന്, വേണ്ടയോ എന്നുള്ളത്. സി ന്യൂസിന്റെ കുറച്ച് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട്സ് കാണിച്ചു. ഇതിൽ മോദിയുടെ ഡിസിഷൻ പുടിൻ അംഗീകരിക്കുമോ, മോദിയുടെ ഡിസിഷൻ ബൈഡൻ അംഗീകരിക്കുമോ? മോദിയാണ് ഡിസിഷൻ എടുക്കുന്നത് ഉക്രൈൻ യുദ്ധം തുടങ്ങണോ വേണ്ടതെന്നോ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിന്റെ ഇത്രയും ബാലിശമായ, ഇത്രയും പൊള്ളയായ ഇതാണ്, വർത്തമാനങ്ങളാണ് നമ്മുടെ മെയിൻ മീഡിയയിൽ. ന്യൂസ് ഹെഡ്ലൈൻ, പ്രൈം ടൈം ന്യൂസിലാണ് ഇത് വരുന്നത്. അപ്പൊ ഈ ജനങ്ങൾ കാണുന്നവര്, അവർക്ക് വേറെ സോഴ്സ് ഉണ്ടോ? അവർ വേറെ മീഡിയ കാണുന്നുണ്ടോ? ഇതല്ല നമ്മൾ BBC കണ്ടു നോക്കിയിട്ട് പറയാം എന്താണ് കാര്യം. ആരും ചെയ്യുന്നില്ല. ഇത് ജനങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഇവർക്ക് കിട്ടുന്ന സോഴ്സ് ഇതാണ്. ഇപ്പൊ ഇന്ത്യയിൽ വാട്സാപ്പിലല്ല, ട്വിറ്ററിൽ ചെറിയ സ്പേസിലല്ല, അല്ലെങ്കിൽ വാട്സാപ്പിലല്ല, ഇത് മെയിൻ സ്ട്രീം മീഡിയ തന്നെ. ഇന്ത്യയിൽ ഇപ്പോഴും 52% ആൾക്കാർ മെയിൻ സോഴ്സ് ഓഫ് ന്യൂസ് എന്ന് പറയുന്നത് ടെലിവിഷനാണ്. മീഡിയ കണക്കുകൾ കാണിക്കുന്നത് 52% ഇത് വരുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ ഒരു മീഡിയ ഉള്ളതുകൊണ്ട്, സ്വതന്ത്ര മീഡിയ ഉണ്ട്, ഗവൺമെന്റിനെതിരെ നിൽക്കുക. എല്ലാ മീഡിയയും ഗവൺമെന്റിനെതിരെ നിൽക്കണം. അതാണ് മീഡിയ എന്ന് പറയുന്നത്, ഗവൺമെന്റിനെതിരെ. അല്ലാതെ ഇന്ത്യയിൽ നേരെ തിരിച്ച ഓപ്പോസിഷനെതിരെയാ. രാഹുൽ ഗാന്ധിയാണ് മീഡിയയുടെ ഏറ്റവും വലിയ ടാർഗറ്റ്, അല്ലാതെ പ്രധാനമന്ത്രിയല്ലേ. അപ്പം ഇതാണ്. അപ്പൊ ഇന്ത്യൻ മീഡിയ കാണുന്ന എന്താണ്? യുക്രൈൻ യുദ്ധം മോദി നിർത്തി, ഇന്ത്യൻ സ്റ്റുഡൻസിനെ തിരിച്ചു കൊടുത്താനായിട്ട് മോദി നിർത്തി, 6 മണിക്കൂർ നേരത്തേക്ക് നിർത്തി വെച്ചു. അത് ഗവൺമെന്റ് തന്നെ പറഞ്ഞു അത് ശരിയല്ലെന്ന്. അത് ഗവൺമെന്റിന്റെ MEA സ്പോക്സ് പേഴ്സൺ തന്നെ പറഞ്ഞു ആ വാർത്ത തെറ്റാണ്. പക്ഷെ അവരത് വലുതായിട്ടൊന്നും ഡിനൈ ചെയ്യുന്നില്ല, കാരണം ഇത് പ്രചരിപ്പിക്കുകയല്ലേ. പ്രചരിപ്പിക്കുമെങ്കിൽ അത് പ്രചരിപ്പിച്ചോട്ടെ എന്നുള്ള രീതിയിൽ, അത് മനസ്സിലായില്ലേ? അതാണ്. അപ്പൊ ആ രീതിയിലുള്ള ഇതാണ്. അപ്പൊ ഈ ഉക്രൈൻ ഗാസയിൽ ഇത്രയും പേര്, 43,000 പേരോളം ഇപ്പം ജനസൈഡിൽ മരിച്ചു. അതിന്റെ ഇടയ്ക്ക് കഴിഞ്ഞ 3-4 മാസം മുമ്പ് മോദിയുടെ ഇന്റർവ്യൂവിൽ മോദി പറഞ്ഞു ഗാസയിൽ വെടിവെപ്പ് നിർത്തി, ബോംബിങ് നിർത്തി എന്ന് പറഞ്ഞുള്ളൂ. റംസാന്റെ സമയത്ത് ഞാൻ ആവശ്യപ്പെട്ടു നെറ്റന്യാഹുവിന്റെ അടുത്ത് ഗാസയിൽ ബോംബിങ് കുറച്ച് ദിവസത്തേക്ക് റംസാൻ പ്രമാണിച്ച് നിർത്തി വെക്കാനായിട്ട്. ഈ കാര്യം നമുക്കൊന്ന് ചുമ്മാ ഒന്ന് ഗൂഗിൾ ചെയ്താൽ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. അത് ആ ദിവസങ്ങളിൽ എത്ര പേര് മരിച്ചു എന്ന്. ഇതാണ് പിന്നെ പ്രചരിപ്പിക്കുന്നത്. എല്ലാ മീഡിയയും പറയുന്നത് ഗാസയിൽ നിർത്തി, മോദി ആവശ്യപ്പെട്ടിട്ട് നെറ്റന്യാഹു ഗാസയിൽ ബോംബിങ്. ഇത്രയും വലിയ സംഭവം നടന്നുകൊണ്ടിരിക്കുക. റഷ്യയിൽ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് 3-4 ദിവസം ഈ യുദ്ധം തുടങ്ങാതിരിക്കാൻ വേണ്ടി മോദി പ്രയത്നിക്കുകയാണ്. അത് തുടങ്ങുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതിപ്പോ 2 കൊല്ലം കഴിഞ്ഞു യുദ്ധം തുടങ്ങിയിട്ട് നിൽക്കാനുള്ള ഒരു ചാൻസും കാണുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ, ഈ കാര്യത്തിലൊന്നും മെയിൻ ആയിട്ടോ അല്ലെങ്കിൽ സെൻട്രലായിട്ടോ അല്ലെങ്കിൽ ഒരു സൈഡിലോ ഉൾപ്പെടാത്ത ഒരാളെ നമ്മളത് പ്രൊമോട്ട് ചെയ്തിട്ട് ഇതാണ് സംഭവം. ഇന്ത്യക്ക് അകത്ത് നിൽക്കുന്നില്ല പുള്ളിയുടെ പ്രൊപ്പഗാണ്ട. പുറത്തു പോയിട്ട് അബ് കി ബാർ ട്രംപ് സർക്കാർ എന്നൊക്കെ വിളിച്ചു പറയാൻ യാതൊരു മടിയില്ലാതെ പറ്റുന്ന അവസരങ്ങളിലൊക്കെ ഇപ്പൊ G20 വരുമ്പോ അതിന്റെ പേരിൽ വലിയ പ്രചാരണം ഇവിടെ നടത്തുന്നുണ്ട് മോദി. അത് സെയിം ഇത് തന്നെയല്ലേ. അപ്പൊ G20 കാര്യം തന്നെ എടുത്തപ്പോ കറക്റ്റായിട്ട് സുനിത പറഞ്ഞ G20 അഗെയിൻ കംപ്ലീറ്റ് വെസ്റ്റേൺ മീഡിയ നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്. G20 നെഗറ്റീവായിട്ടല്ല, ഇന്ത്യയുടെ നെഗറ്റീവായിട്ടല്ല, മോദി G20 ഒരു പ്രൊപ്പഗാൻഡ ടൂളായിട്ട് അല്ലെങ്കിൽ വെഹിക്കിളായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കംപ്ലീറ്റ് വെസ്റ്റേൺ കവറേജ് വന്നത്. അല്ലാതെ ഇന്ത്യ G20 പ്രസിഡൻസിലേക്ക് വന്നത് അവർക്ക് നെഗറ്റീവായിട്ടാണ്. അതെല്ലാം നല്ലതായിട്ടാണ് എല്ലാവരും പറഞ്ഞത്. ഇന്ത്യയുടെ റൈസിങ് പവറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യ വളരുന്നുണ്ട്, ഇന്ത്യയുടെ മാർക്കറ്റ് വളരുന്നുണ്ട്, ഇന്ത്യയുടെ ശക്തി വളരുന്നുണ്ട് എന്നൊക്കെ എല്ലാം പറഞ്ഞിട്ടാണ്. പക്ഷെ അവരുടെ മെയിൻ ഫോക്കസ് ഈ 1000 ഒരാള് ഇന്ത്യയിലെ ന്യൂസ് ലോണ്ടറി ആണെന്ന് തോന്നുന്നു അവർ കണക്കാക്കിയത്. 1000 അഡ്വർടൈസ്മെന്റ്സ് ആയിരുന്നു എയർപോർട്ടിൽ നിന്ന് കൺവെൻഷൻ ഹാളിലേക്ക്. അതില് 30% 40% കണ്ട് മോദിയുടെ മാത്രം. അത് ചേരികൾ കെട്ടിമറയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചതും. അപ്പൊ ഈ ചേരികള് കെട്ടിമറയ്ക്കുന്ന കാര്യവും വലിയ ന്യൂസ് ആയിരുന്നു എല്ലായിടത്തും. കാരണം അത് അഗൈൻ ഒരു പ്രൊപ്പഗാൻഡ ലെവലിൽ ഇതൊന്നും ഇല്ല എന്നുള്ള രീതി കാണിക്കും. പക്ഷെ എല്ലാ മീഡിയയും പറഞ്ഞത്, വെസ്റ്റേൺ മീഡിയ, ന്യൂയോർക്ക് ടൈംസ്, ഫ്രാൻസിലുള്ള ലെമോണ്ട് എല്ലാം പറഞ്ഞ ഈ ബേസിക് അറിയാം, ഗാർഡിയൻ, ലണ്ടൻ, മോദി ഇതിനെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചുരുക്കുന്നു. അതായത് G20 എന്ന് പറഞ്ഞ ഒരു മഹാസംഭവം സ്വന്തം പേഴ്സണാലിറ്റി കൾട്ടിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് നെഗറ്റീവ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇന്ത്യയുടെ ഇമേജ് നമ്മൾ വിശ്വസിക്കുന്ന പോലെ മോദിയുടെ കീഴിൽ വളരുകയല്ല ചെയ്യുന്നത്, ഇന്ത്യയുടെ ഇമേജ് താഴെ ഇടുകയാണ് ചെയ്യുന്നത്.
ഉം. കാരണം ഇന്ത്യ അത് പോലത്തെ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ? അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ എങ്ങനെയാണ് വെസ്റ്റേൺ മീഡിയയും രാജ്യങ്ങളും കാണുന്നത്? മോദി ആയിട്ട് ഇത് മിക്സ് ചെയ്യുമ്പോൾ എങ്ങനെ? ഇപ്പൊ G20 പറഞ്ഞപ്പോ പറഞ്ഞല്ലോ, ഇന്ത്യനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, പക്ഷെ മോദിയുടെ ഈ പ്രൊപ്പഗാൻഡ അപ്പൊ ഇന്ത്യ പ്ലസ് ഓർ മൈനസ് മോദി. അതെ. അപ്പൊ ഇന്ത്യ ഇന്ത്യ അതല്ല ഞാൻ പറഞ്ഞത്. ഈ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു കൺട്രി പണ്ട് മുതലേ ഒരു വളരെ ഇമ്പോർട്ടന്റ് കൺട്രിയാണ്. അല്ലാതെ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ അനാലിസിസിലൊക്കെ മിസ്റ്റേക്ക് വരുത്തുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കങ്കണ റണാവത്തിന്റെ ആർഗ്യുമെന്റ് ആയി മാറുകയാണ്. കങ്കണ റണാവത്ത് പറയുന്നത് 2014 ഇന്ത്യക്ക് ഉണ്ടായത്. സ്വാതന്ത്ര്യം കിട്ടിയത്. അതെ അതെ. അപ്പൊ ഇതാണ് പ്രശ്നം. ഉം. നമ്മൾ 77 കൊല്ലമായിട്ടുള്ള ഈ ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺട്രീസിൽ ഒന്നാണ് ഇന്ത്യ. അത് 2014 ഉണ്ടായതല്ല. ഇന്ത്യ ഒത്തിരി പേര് ശ്രമിച്ച് പലരും മരിച്ച് ഉണ്ടാക്കിയ ഒരു കൺട്രിയാണ്. അത് നമുക്കെല്ലാവരും പുറത്ത് എല്ലാവർക്കും അത് ഭയങ്കര ഒരു അപ്രിസിയേഷൻ ഉള്ള, കാരണം ഇന്ത്യ എന്ന് പറയുന്ന തേർഡ് വേൾഡ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ കോളനി വൽക്കരിച്ച രാജ്യങ്ങളിലെ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന രാജ്യമാണ്. ആദ്യമായിട്ട് നോൺ വയലന്റ് വേയിൽ കൂടെ ഉം. കൊളോണൈസേഷനെ എതിർത്ത് ഇല്ലാതാക്കിയ രാജ്യം എന്നുള്ളൊരു, അപ്പൊ ആ ഒരു ഓറയിൽ നിൽക്കുന്ന രാജ്യമാണ്. അപ്പൊ അത് 2014 ഉണ്ടായ രാജ്യമല്ല. അതാണ് പറയുന്നത്. ഞാൻ പറയുന്നത് നമ്മൾ അതാണ് മിസ്റ്റേക്ക് വരുത്തുന്നത്. നമ്മൾ ഈ പുതിയ ഈ ചിന്തയിലേക്ക് വന്ന 2014 മുമ്പ് ഇന്ത്യ ഒന്നുമില്ല. ഉം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു 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 രാജ്യം ഒരു പവറും ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ നമ്മൾ പണ്ടത്തെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ നോൺ അലൈൻ മൂവ്മെന്റ് ആയാലും നെഹ്റുവിന്റെ സമയത്താണ് ഇന്ത്യ എന്ന് പറയുന്നത് ആ സമയത്തെ ലീഡിങ് നോൺ അലൈൻ മൂവ്മെന്റ് ഒക്കെ ഉണ്ടാക്കുന്നതിൽ ലീഡിങ് പവറാണ്. നെഹ്റു അതിൻ്റെ അകത്ത് ലീഡിങ് ലീഡറാണ്. ഉം. അല്ലാതെ ഇന്നുണ്ടായതല്ലല്ലോ. അതിനു മുമ്പ് അത് 1947 ഇൻഡിപെൻഡൻസ് കിട്ടി. അതിനു മുമ്പ് ഇന്ത്യ ഉണ്ടല്ലോ. പല പല വെർഷനിലുള്ള ഇന്ത്യ, ബ്രിട്ടീഷുകാരുടെ ഇന്ത്യ, മുഗൾ ഇന്ത്യ, അങ്ങനെ. അപ്പൊ അതല്ലോ അതിനു മുമ്പുള്ള അശോകയുടെ ഇന്ത്യ. അപ്പൊ ഇവര് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു വലിയ മാർക്കറ്റിനെ മോദി മുന്നിൽ കണ്ടുകൊണ്ട് മോദി അതിന്റെ ക്രെഡിറ്റ് എടുക്കല്ലേ ശരിക്കും ചെയ്യുന്നത്? അതാണ് അപ്പൊ ഇതിന്റെ അകത്ത് മിസ്റ്റേക്ക് വരുത്താന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പവർ എന്ന് പറയുന്നത് നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ മോദിയുടെ ഗവൺമെന്റ് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതില്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലോ. ഒത്തിരി ഡിപ്ലോമാറ്റിക്കലി ഒത്തിരി എഫേർട്സ് ഒക്കെ നടത്തുന്നുണ്ട്. പല പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. പുതിയ പുതിയ രാജ്യങ്ങളിൽ ആയിട്ട് പുതിയ റിലേഷൻഷിപ്പ് സ്ഥാപിക്കാൻ നോക്കുന്നുണ്ട്. ഇതെല്ലാം കറക്റ്റാണ്. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്നാന്ന് വെച്ചാൽ ഇന്ത്യയുടെ പവർ ഇനി വർദ്ധിക്കുകയുള്ളൂ. ആര് ഭരിച്ചാലും ഇന്ത്യയുടെ പവർ വരും. ഉം. ആര് ഭരിച്ചാലും ഇന്ത്യയുടെ പവർ വർദ്ധിക്കുകയുള്ളൂ. അതിൽ ഒരു വ്യത്യാസമേ വരുന്നില്ല. കാരണം ഇന്ത്യയുടെ പോപ്പുലേഷൻ അത്രയുണ്ട്. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഇന്ത്യയുടെ മാർക്കറ്റ് ഇനിയും വളരാൻ ഇരിക്കുന്നേ ഉള്ളൂ. ഉം. കാരണം ഇന്ത്യയെ തളർത്തുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ പൊളിറ്റിക്കലി മിലിറ്ററിലി ഇപ്പോൾ 4ാമത്തെ പവറാണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഒരു ഇമ്പോർട്ടൻറ്റ് പവറാണെങ്കിലും എക്കണോമിക്കലി നമ്മുടെ GDP പെർ ക്യാപിറ്റ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും 135 ആ സ്ഥാനത്തേ ഉള്ളൂ വേൾഡിൽ. 135 പെർ ക്യാപിറ്റ ഇൻകം $2,500 വരുന്നുള്ളൂ. അപ്പോൾ അമേരിക്കയുടെ 82,000 ഓളം $US എന്ന് പറയുമ്പോൾ 2,500 നോമിനൽ GDP പെർ ക്യാപിറ്റ നമ്പർ നമ്മൾ വലിയ വ്യത്യാസമുണ്ട്. അപ്പം എക്കണോമിക്കലി നമ്മൾ ഇപ്പോഴും ഒരു മിഡിൽ ഇൻകം പോലും ആയിട്ടില്ല. നമ്മൾ ലോവർ എൻഡിലാണ് നിൽക്കുന്നത്. മിഡിൽ ഇൻകത്തിന്റെ അതാണ് പറയുന്നത്. മിഡിൽ ഇൻകത്തിന്റെ ലോവർ എൻഡിലാണ് നിൽക്കുന്നത്. ഹൈ മിഡിൽ ഇൻകം പോലും ആയിട്ടില്ല. $2,500 എന്ന് പറയുന്നത് ആ ലെവലേ ഉള്ളൂ. അപ്പോൾ എക്കണോമിക്കലി നമ്മൾ ഇപ്പോഴും ആ ലെവലിൽ നിൽക്കുമ്പോൾ വിശ്വഗുരു ആയി എന്ന് പറയുന്നത് ഒരു മൂഢമായ സാധനമാണ്. അത് കംപ്ലീറ്റ്ലി അൺഅക്സെപ്റ്റബിൾ എന്ന് പറയും. കാരണം അതങ്ങനെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയാണ്. അതില്ലാതെ ഹ്യൂമൻ ഡെവലപ്മെന്റ് സാമ്പത്തികമായിട്ട്. അതല്ലാതെ നമ്മൾ ഇപ്പം മിലിറ്ററിയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കാര്യം മാത്രം പറഞ്ഞ് ഇപ്പം G20 രാജ്യങ്ങൾ നോക്കിയാൽ ഏറ്റവും പൂറായിട്ടുള്ള ഇന്ത്യയാണ് G20 രാജ്യങ്ങളിൽ, 20 രാജ്യങ്ങളിൽ. കാരണം നമ്മുടെ പെർ ക്യാപിറ്റൽ ഇൻകം അത്രയേ ഉള്ളൂ. ബംഗ്ലാദേശ് പോലും കഴിഞ്ഞ കൊല്ലം നമ്മളെ ബീറ്റ് ചെയ്താണ്. ഇപ്പം ഇനിയും ചിലപ്പോൾ താഴേക്ക് പോകുമായിരിക്കും. അപ്പോൾ ബംഗ്ലാദേശ് പോലും നമ്മുടെ അടുത്തെത്തി. അവർ നമ്മളെക്കാളും വളരെ താഴ്ന്നു നിൽക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് പറഞ്ഞത്. അപ്പം ഇന്ത്യ എന്ന് പറഞ്ഞ മാർക്കറ്റ് വളരാൻ തുടങ്ങിയത് ഇപ്പം ഉദാരവൽക്കരണം തൊട്ടുള്ള ഒരു പ്രക്രിയയാണ്. 91 ഇന്ത്യയുടെ മാർക്കറ്റ് വളർന്നു. അത് ഇനിയും വളരും. അപ്പോൾ അതൊരു വലിയ അട്രാക്ഷനാണ് വെസ്റ്റേൺ കൺട്രീസിനും അല്ലെങ്കിൽ ബാക്കിയുള്ള വേൾഡിലെ കൺട്രീസിനും ഒക്കെ. ആ മാർക്കറ്റിന്റെ വളർച്ച അത് നടന്നുകൊണ്ടേയിരിക്കും. അല്ലാതെ മോദി വന്നുകൊണ്ടല്ല മാർക്കറ്റ് വളരുന്നത്. ആക്ച്വലി എക്കണോമിക് ഗ്രോത്ത് വെച്ച് നോക്കുവാണെങ്കിൽ GDP മാത്രം നോക്കുവാണെങ്കിൽ പെർസെൻറ്റേജ് വെച്ച് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ 10 കൊല്ലമായിരുന്നു ഇതിൽ കൂടുതൽ ചെറുതായിട്ട് വളർച്ച കൂടുതൽ മോദിയുടെ ഗവൺമെന്റിനേക്കാളും.
ഉം. അപ്പൊ ഈ നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്നു, മോദി വരുന്നതല്ല. മോദി വന്നേ പിന്നെ ആക്ച്വലി ഞാനിപ്പം പ്യൂ റിസർച്ച് സെന്ററിന്റെ സർവേകൾ കാണിക്കുന്ന അത് നോക്കിയാൽ മതി. 2008 ഫോർ എക്സാമ്പിൾ ഓസ്ട്രേലിയ 71% ആൾക്കാർക്ക് ഫേവറബിൾ റേറ്റിംഗ് ആയിരുന്നു ഇന്ത്യയെ പറ്റി, നല്ല അഭിപ്രായം. ഇതുപോലെ പല പല രാജ്യങ്ങൾ, ഇന്തോനേഷ്യ, ദക്ഷ അത് മോദി വരുന്നതിന് മുമ്പാ. ഉം. ആക്ച്വലി മോദി വന്നേ പിന്നെ പല പല നമ്പറുകളും കുറഞ്ഞിട്ടേ ഉള്ളൂ. ഇന്ത്യയെ പറ്റിയുള്ള ഫേവറബിലിറ്റി റേറ്റിംഗ്സ് കുറഞ്ഞിട്ടേ ഉള്ളൂ. അത് മോദി കാരണമെന്നല്ല ഞാൻ പറയണത്. ഞാൻ പറഞ്ഞത് അതിന് പല കാരണങ്ങളും ഉണ്ടാകും. ഇപ്പോൾ ഇന്ത്യക്കാരുടെ നമ്പർ ഒത്തിരി നമ്മുടെ സ്ഥലത്തൊക്കെ കൂടിയല്ലോ. ഇപ്പോൾ കാനഡയിലും ജർമ്മനിയിലും ഇപ്പോൾ UK എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഇന്ത്യൻസിൻ്റെ നമ്പേഴ്സ് കൂടിയല്ലോ. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. എന്താണെന്ന് കാരണം നമുക്കത് സ്റ്റഡി ചെയ്യാതെ പറ്റുള്ളൂ. അത് സ്റ്റാറ്റിസ്റ്റിക്സ് സർവേ മാത്രമല്ല, നമ്പർ അല്ലല്ലോ വേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയെ പറ്റിയുള്ള മതിപ്പ്, ഇന്ത്യയുടെ ഫേവറബിൾ ആയിട്ടുള്ള ഒപ്പീനിയൻ ഒക്കെ വളരെ ഹൈ. പല രാജ്യങ്ങളിലും ഇപ്പോഴും ഹൈ, ഇതിൽ കൂടുതൽ ഹൈ ആയിരുന്നു നേരത്തെ. അത് മോദി കാരണം. നരേന്ദ്രമോദിയായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, അതിന് ഇന്ത്യ എന്ന ഒരു അതെ, രാജ്യത്തിന്റെ ഇൻഫ്ലുവൻസ് ആണ്. കാരണം ഞാൻ ജപ്പാനിലെ എടുത്തു നോക്കിയോ, ജപ്പാനിലൊക്കെ 2000 ഫോർ എക്സാമ്പിൾ ഞാൻ നമ്പർ പറയാം. ജപ്പാനിൽ 2012 ഉം. 70% ആൾക്കാർക്ക് ഫേവറബിൾ ഒപ്പീനിയനാണ്. 70% ആൾക്കാർ 2012. അത് കൂടിയും കുറഞ്ഞിരിക്കും ഓരോ സർവേ എടുക്കുമ്പോൾ. ഇവർ ഈ പ്യൂ റിസർച്ച് സെന്റർ എന്ന് പറഞ്ഞാൽ അവർ എല്ലാ 1 കൊല്ലോ അല്ലെങ്കിൽ 2 കൊല്ലോ ഇങ്ങനെ പല പല രാജ്യങ്ങളുടെ, ഈ ലോകത്തിൽ ഈ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ ഉം. പല പല കൺട്രീസിനെയും നമുക്ക് കമ്പയർ ചെയ്യാനായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ളത്. അത് വളരെ ആവശ്യമുള്ളതാണ്. കാരണം നമ്മൾ എങ്ങനെയാണ് ഇന്ത്യ US-നെ നോക്കിക്കാണുന്നത്, US-ലെ ആൾക്കാർ എങ്ങനെയാണ് ഇന്ത്യയെ നോക്കിക്കാണുന്നത്, ചൈനയെ, അതിനൊക്കെ ഉള്ള സ്റ്റാറ്റിസ്റ്റിക്സ് വേണം. അല്ലാതെ എങ്ങനെയാണ് നമ്മൾ അറിയണം? രാഷ്ട്രീയക്കാർ പറയുന്നതിനപ്പുറം ആധികാരികമായ എന്തെങ്കിലുമൊക്കെ അതെ, ഡാറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള ഒരു ഇതാണ്